അപ്പോൾ ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഒരു സൂപ്പർ മാർക്കറ്റിലോട്ട് പോകണം, വെറുതെ ഒന്ന് കറങ്ങിയിട്ട് വരാൻ പോയിട്ട്. നമ്മുടെ ഒരു കൂട്ടുകാരാണ് ഫ്രണ്ടിൽ പോകുന്നത്, ഞാൻ പുള്ളിയുടെ കൂടെയാണ് പോകുന്നത്. ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ആയിക്കോട്ടെ. പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ക്യാമ്പ് ഏതാണെന്നുള്ളത്. ഇതാണ് അൽ ജാഫർ ക്യാമ്പാണ്. ഇത് മഫ്രഖിലുള്ള അൽ ജാഫർ ക്യാമ്പ്, അബുദാബി മഫ്രഖിലുള്ള അൽ ജാഫർ ക്യാമ്പാണിത്. ഇതാണ് അൽ ജാഫർ ക്യാമ്പ്, അബുദാബി മഫ്രഖിലുള്ള അൽ ജാഫർ ക്യാമ്പാണ്. എൻ്റെ കൂട്ടുകാരനാണ് ഫ്രണ്ടിൽ പോകുന്നത്. ഞങ്ങളൊരു പുള്ളിക്ക് എന്തോ പർച്ചേസിങ് ഉണ്ട്, അതിന് വേണ്ടി പോകുന്ന മദീന ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. മഫ്രഖിലുള്ള മദീന ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. അതായത് അൽ ജാഫർ ക്യാമ്പിനടുത്തുള്ള മദീന ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. പുള്ളിക്കാരനാണ് ഫ്രണ്ടിൽ പോകുന്നത്. ഈ ക്യാമ്പ് നേരത്തെ അടച്ചിട്ടിരുന്നതായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് ഒരുപാട് ആൾക്കാരായി. ഈ ക്യാമ്പിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാരായി. ഇതൊരു മലയാളി ഹോട്ടലാണ് ഈ കാണുന്നത്. ഇപ്പോൾ എൻ്റെ തന്നെ ഒരു പ്രവാസി വ്ളോഗാണ്. ഈ വ്ളോഗിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. ഈ പ്രവാസി വ്ളോഗ് ഞാൻ പലതും ചെക്ക് ചെയ്തിരുന്നത്. ഒരുപാട് പ്രവാസി വ്ളോഗേഴ്സ് ഉണ്ട്, ഒരുപാട് പ്രവാസി വ്ളോഗേഴ്സ്. പക്ഷേ അതിനെല്ലാം സബ്സ്ക്രൈബുകൾ കുറവാണ്, ഒരുപാട് സബ്സ്ക്രൈബുകൾ കുറവാണ്. എന്താണെന്നറിയില്ല, ഈ പ്രവാസികളോട് ഒരുപാട് ആൾക്കാർക്ക് എന്തോ ഒരു വിരോധം പോലെയാണ് തോന്നുന്നത്. എല്ലാവർക്കെല്ലാം സബ്സ്ക്രൈബേഴ്സ് കുറവുള്ളത്. ഒരുപാട് പ്രവാസി വ്ളോഗ് ഇപ്പോൾ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം, ഒരുപാട് പ്രവാസി വ്ളോഗുണ്ട് അവരുണ്ട്. പക്ഷെ അവർക്കെല്ലാം സബ്സ്ക്രൈബേഴ്സുകൾ കുറവാണ്. ഇപ്പോൾ എൻ്റെ ഇതിനകത്ത് നോക്കിയാലും ആൾക്കാർ കുറവാണ്, സബ്സ്ക്രൈബ് ചെയ്യുന്നത് ആൾക്കാർ കുറവാണ്. എല്ലാവരും ദയവായി എൻ്റെ ഈ ഒരു ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും അമർത്തി ഷെയറും ലൈക്കും തന്ന് ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളുടെ ക്യാമ്പാണ്, ഞങ്ങൾ താമസിക്കുന്ന ക്യാമ്പാണ് അൽ ജാഫർ, അബുദാബിയിൽ മഫ്രഖിലുള്ള അൽ ജാഫർ ക്യാമ്പാണ്. ഇതാണ് ഇവിടുത്തെ ക്യാമ്പിലുള്ള മെയിൻ ആൾക്കാരിരിക്കുന്നത്. ഇതപ്പുറത്ത് ഇവിടുത്തെ വലിയൊരു പള്ളിയാണ്. ഈ ക്യാമ്പിനകത്തുള്ള അൽ ജാഫർ ക്യാമ്പിനകത്തുള്ള ഒരു പള്ളിയാണിത്. ഇതിലേ കയറി പോന്നേ. അതിൻ്റെ പുറകെ കൂടെ അൽ ജാഫർ ക്യാമ്പിനകത്തുള്ള വലിയൊരു പള്ളിയാണിത്. ക്യാമ്പിനകത്തുള്ളത് തന്നെ ഒരു വലിയൊരു പള്ളിയാണ്. ആ പ്രാവ് വർക്ക് ഉണ്ണിവായി, പക്ഷെ അത് വെട്ടം കുറവാന്ന് തോന്നില്ലേ? ഇത് വെട്ടം അടിക്കുന്നുണ്ടല്ലോ പോലെ. അതിപ്പോൾ പറക്കും. അത് ഉണ്ണായി ചെല്ലുന്ന കണ്ടുകൊണ്ടേ അത് പറക്കും. അത് എവിടെ പറന്നത്? കണ്ടില്ലേ, ഇത് വലിയൊരു ക്യാമ്പാണിത്. ഇതെല്ലാം ക്യാമ്പിൽ പെടുന്നതാണ്. ഇവിടുത്തെ വലിയ പള്ളിയാണിത്, ഇതിനകത്തുള്ള വലിയ പള്ളി. ഞങ്ങളങ്ങനെ അതിൻ്റെ അടുത്ത് ആകാറായി, ഹൈപ്പർ മാർക്കറ്റിനകത്തോട്ട്. അപ്പോൾ ഇതിനും ചുറ്റിനും ഗേറ്റാണല്ലോ, ഒരു 7-8 ഗേറ്റും കണ്ടുണ്ട് ഇവിടെ. ഈ അൽ ജാഫർ ക്യാമ്പിന് 7-8 ഗേറ്റും കണ്ടുണ്ട്. അപ്പോൾ ആ ഹൈപ്പർ മാർക്കറ്റിലോട്ട് ഇറങ്ങുന്നിടത്തൊരു ഗേറ്റുണ്ട്. ആ ഗേറ്റിനടുത്ത് കയറായി ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ ഗേറ്റിനടുത്തെത്താറായി. ഇവിടെ പാസ് പഞ്ച് ചെയ്തിട്ട് വേണം വെളിയിലോട്ട് ഇറങ്ങിപ്പോകാൻ. പഞ്ചിങ് പാസ് ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ എൻ്റെ പഞ്ചിങ് പാസ്. ഉണ്ടല്ലേ, ഇത് പഞ്ച് ചെയ്തിട്ടാണ് ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങിപ്പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിനകത്തോട്ട് കയറുകയാണ്. ഇതിനകത്ത് ഒരുപാട് ചെറിയ ചെറിയ കടകളുണ്ട്. ഒരു മലയാളി കട, ഹോട്ടലും ഒരു ബാങ്ക് എല്ലാം ഉണ്ട്. ഞങ്ങൾ ഇതിനകത്തോട്ട് കയറി. ആരും ഇല്ല ഇവിടെ. ഇവിടെ തറയിൽ വെച്ചിരിക്കുന്നത് നല്ല രസമുണ്ട് കാണാൻ. ഇതിൻ്റെ ടോപ്പ് വ്യൂ. ആണ് ഇതിനകത്തോട്ട് കയറുന്നത്.
എന്തിനോ തിരയുന്ന ഉണ്ണിവായി. അതെന്തിനാ? ആ ഹാൻഡ് ബാഗായിട്ടുണ്ടോ അല്ലേ? അത് ആ അത് വേണം. പഴയതായോ അതോ പോയോ? അപ്പോൾ ഈ ആളും അടുത്ത മാസം നാട്ടിൽ ലീവിന് പോവുകയാണ്. പുള്ളിയും അതിൻ്റെ ചെറിയ ചെറിയ പർച്ചേസിംഗ് ഒക്കെ ആയിട്ട് ഇറങ്ങിയതാണ്. എത്രയായിരുന്നു? 7.50. കണ്ടിന് ഇപ്പുറത്ത് വേറെ 4 രൂപ കൂടെ കഴിക്കാൻ വേണ്ടിയാ. അത് ചെറുത് വാങ്ങി. നിങ്ങൾ അടുത്ത മാസം പോകല്ലേ? അപ്പം ചെറുത് വാങ്ങി തരണം. ചെറുത് മതിയല്ലോ. അതിന് 5 രൂപയായി. 5 രൂപ അനക്കാനിതല്ലേ? 5 2 7 2 രൂപ. അത് മതി. അല്ല, നാട്ടിൽ പോകാനായിരുന്നു അത് ഞാൻ പറഞ്ഞത്. പിന്നെ 2 മാസം പിന്നെ ഉപയോഗിക്കും. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. അത് കൊണ്ടൊന്നും പോകുന്നത്. സ്പ്രേ അല്ലേ ഇരിക്കുന്നേ? അല്ലല്ലോ, ഇത് സ്പ്രേ ആണോ? അല്ലല്ലോ, ഈ ഇരിക്കുന്നേ എല്ലാം ഐസിട്ട് വെച്ചിരിക്കുന്നു. ഉണ്ട്, അതുകൊണ്ട് അയലുണ്ട്, മത്തിയുണ്ട്. മത്തി കുറച്ചേ ഉള്ളൂ കേട്ടോ. അയല പച്ചക്കറി ഐറ്റംസിലോട്ട് കയറിയിരിക്കുകയാണ്. ഫ്രൂട്ട്സുകൾ. എന്തോ എനിക്കെന്തോ മറ്റേ പച്ചച്ചിങ്ങനുണ്ട്, പപ്പപ്പഴമുണ്ട്, ഏത്തപ്പഴം എടുത്തോ. കേടാണോ? അതൊക്കെ അല്ലല്ലോ. ചെറിയ പഴമാണ്. വേണ്ടേ? വെക്കുന്നില്ലേ? എടുക്കണോ? ആപ്പിൾ എടുത്തില്ലേ? പിന്നെ ഏതാ ഇതോ? ഇത് നല്ല വിലയുണ്ട് കേട്ടോ. 8 രൂപ. അപ്പോൾ ഇത് 1 കിലോ കൂടുതലുണ്ടോ നേരം? ഓ, ഒരുപാട് സാധനങ്ങളുണ്ട്. ഒരു വലിയൊരു ഹൈപ്പർ മാർക്കറ്റ് തന്നെയാണ്. അൽ ജാഫറിലുള്ള ആൾക്കാർ തന്നെയാണ് ഇതെല്ലാം വരുന്നത്. പിന്നെ ചെറിയ ചെറിയ ശമ്പളക്കാർ. അങ്ങനെ ഉണ്ണിവായും പഴവും മുന്തിരിയും വാങ്ങിച്ചു. ഞാനും പഴം വാങ്ങിച്ചു, ഉണ്ണിവായും മുന്തിരി വാങ്ങിച്ചു. ഏതാ പുതിയ മോഡൽ? എന്ത്? മിക്സറില്ലേ? എല്ലാം ഇതിനകത്തൊക്കെ വെച്ചിട്ട് ഡബ്ബയ്ക്കകത്ത്. എത്ര ഡബ്ബ? മനുഷ്യനെ കളിപ്പിക്കാൻ ഓരോ ഡബ്ബ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. എത്ര? വിലയില്ല, ഡേറ്റേ ഉള്ളൂ. 25. അവിടെ താഴെ നോക്കിയ വില ആണ്ടേ 5.55 താഴെ എഴുതിക്കും. 5.55 വില. ഏതാ ഇത്? മൈദയല്ലേ ഇത്? എഴുതി അതൊക്കെ മല്ലിപ്പൊടി, മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇടുന്നതെല്ലാം ആയിരിക്കും ഇത്. മുളക് ഉണ്ട, മുളക് കടു വറക്കാൻ. എല്ലാം ഉണ്ട് ഇതിനകത്ത്. അങ്ങനെ അവിടെ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞു. അതെ, ഏതാണ്ട് ബാഗിൻ്റെ വില ചോദിക്കണമെന്നൊക്കെ പറഞ്ഞു.
അങ്ങനെ ഉണ്ണിവാട് സാധനത്തിൻ്റെ എല്ലാം തൂക്കം കഴിഞ്ഞു. എത്രയാണ് ഉണ്ണി പോയത്? അത്രയും 4 രൂപ. തണ്ടിൽ അങ്ങനെ ഞങ്ങൾ മേളിലൊരു ഹോട്ടലിലോട്ട് കയറിപ്പോണ്. എന്നിട്ട് ഇവിടെ ഒരുപാട് കടകളുണ്ടല്ലേ? നമ്മൾ മേളിൽ തന്നെ ഇപ്പോൾ കടകൾ ഒരുപാടില്ലേ? ഇവിടെ ഈ മുടി വെട്ടുന്ന എവിടെ? മേളിൽ മലയാളികളാ? ഇതിൻ്റെ മേളിൽ ഒരുപാട് കടകളുണ്ട്. ഹോസ്പിറ്റലുണ്ട്. ഹോസ്പിറ്റലുണ്ട്, ബാങ്കുണ്ട്. ഹോസ്പിറ്റൽ, ബാങ്ക്, മുടി വെട്ടുന്ന കട, മൊബൈൽ കട. ഇവിടെ നിന്ന് ആൾക്കാരും വരാതിരിക്കുമായിരുന്നു. സ്റ്റുഡിയോയെ UAE എക്സ്ചേഞ്ച് ബന്ധായതാ. ഇതൊരു മൊബൈൽ ഷോപ്പാണ്. ഇതൊരു മൊബൈൽ ഷോപ്പ്, ഒരു സലൂൺ, സലൂൺ. അങ്ങനെ ഒരുപാട് കടകളുണ്ട് ഇതിൻ്റെ മേളിൽ തന്നെ. അൽജാഫറിലൊക്കെ ആൾക്കാർ ഒരുപാടുണ്ടായിരുന്ന സമയത്ത് ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. ഇവിടെ ഇതാണ് ബാങ്ക്, എല്ലാം എക്സ്ചേഞ്ച്. ഇത് എന്തോ റെസ്റ്റോറൻ്റാണ്. ഇതാണ് ഞങ്ങൾ ചായ കുടിക്കാൻ വരുന്ന ഹോട്ടൽ. റെയിൻബോ ഹോട്ടലാണ്. റെയിൻബോ ഹോട്ടലാണ്. രണ്ട് സ്പെഷ്യൽ ചായ. ഇതെന്തോ ഇത്? ഒരു കോഴിയെ വറുത്ത് വെച്ചേക്കുന്ന വത്സനുണ്ട്. വത്സൻ. ഇതെന്തോ ഈ ബോണ്ടാണ് ഇത് ഇത്രയും വലുത്? കട്ട് ചെയ്ത് ബോണ്ടായിരിക്കുന്ന ഇരിപ്പ് കൊണ്ടോ നോക്കി. നെയ്യപ്പമുണ്ട്, സമൂസ ഉണ്ട്, ബജിയ, കോഴി, വലിയ ഒരു കോഴി പൊരിച്ചത്. കൊണ്ട് മുറിച്ച് വാങ്ങിക്കാമെന്ന്. പഴംപൊരി, ഗുണ്ട് വലുത്, നെയ്യപ്പം വാങ്ങിക്കാമെന്നാൽ. കേക്ക്, മീൻ വറുത്തത്, റോള്, വത്സൻ. ഇതാണ് ഇവിടുത്തെ കടികൾ. ബോണ്ട, വലിയ ബോണ്ട. നെയ്യപ്പം. ഒരെണ്ണം മതി. റെയിൻബോ റെസ്റ്റോറൻറ്റ് മദീനയുടെ മുകളിലുള്ള ഹോട്ടലാണ് റെയിൻബോ റെസ്റ്റോറൻറ്റ്. ഇതാണ് ഇവിടുത്തെ ഫ്രഷ് ചായ. സമാവറില്ലേ? സമാവർ ചായ ഇല്ലേ ഇത്? അല്ല, ഫ്രഷ് ചായ ഇവിടുത്തെ. ഇവിടെ അടിക്കത്തില്ല? ഇല്ല. ഫ്രഷ് ചായ സാധനം അടിച്ചല്ലേ കൊടുക്കുന്നത് എല്ലായിടും, ഇല്ലയോ? അടിക്കുന്നുണ്ട്.
ചെറിയ അടിയേ ഉള്ളൂ കേട്ടോ, വലിയ അടിയില്ല. വലിയ അടി അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തറയിൽ വീഴും. അതാണ് ചെറിയ അടി അടിക്കുന്നത്. ചായ ഫ്രഷ് ചായ അത്രയേ ഉള്ളത്, അല്ലാതെ പോകും. ഫ്രഷ് ചായ ബോണ്ട കട്ട് ചെയ്ത ബോണ്ട, നെയ്യപ്പം കട്ട് ചെയ്തത്, ചായ. ഞങ്ങളുടെ വൈകിട്ടത്തെ കടിയാണിത്. കടി പൊരിച്ച സാധനമാണ്. അങ്ങനെ ഞങ്ങളുടെ കാപ്പികുടികളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങാൻ പോവുകയാണ്. ഞങ്ങളുടെ കാപ്പികുടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇതും റെയിൻബോ റെസ്റ്റോറൻറ്റ്, ഇത് അവരെ തന്നെയാണോ എന്തോ? ഇത് രണ്ടും അവരെ തന്നെയാണ്. എല്ലാം എക്സ്ചേഞ്ച്. ആ അൽ മദീന. ഉണ്ണിയാർക്ക് ഇപ്രാവശ്യം ലക്കി ഡ്രോയുടെ ഇത് കിട്ടിയില്ല അല്ലയോ? ലക്കി ഡ്രോയുടെ ഇത് കിട്ടിയില്ല അല്ലയോ? ഇപ്രാവശ്യം കിട്ടിയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഒന്നും എഴുതിയിട്ടില്ലേ? ഭാഗ്യമുണ്ടെങ്കിൽ അടിക്കും. ഒരു കാറാണ് വെളിയിരിക്കുന്നത്. ഒരു കാറാണ് വെളിയിലിരിക്കുന്നത്. ഇന്ത്യ എവിടെ ഇരിക്കുന്നത് കാറ്? അതെ, ആ കാറിലും കയറി പോയാൽ മതി നാട്ടിലോട്ട്. അങ്ങനെ ഞങ്ങളുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു വീഡിയോ കാണുന്നിടം വരെ ഗുഡ് ബൈ. എല്ലാവരും ഞങ്ങളുടെ ഈ പ്രവാസി ബ്ലോഗിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും അമർത്തി ഷെയറും ലൈക്കും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്.